ഇന്ന് ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. ലെറ്റ്യൂസും ക്യാരറ്റും വെച്ചിട്ടൊരു തോരൻ വെക്കാമെന്ന് വിചാരിക്കുക. പിന്നെ മീൻ പുരട്ടി വെച്ചിട്ടുണ്ട് വറുക്കാൻ. പിന്നെ മത്തൻ കുരുവ് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വൻപയർ. ഇനി ഒരു സോയാബീൻ കറി കൂടെ വെക്കാം. സോയാബീനും കിഴങ്ങും കൂടെ വെച്ചിട്ട് ഒരു കറി വെക്കാം. അതിന് പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിൻ്റെ ഈർപ്പം വെള്ളമൊക്കെ മാറിയതിന് ശേഷം എണ്ണ ഒഴിച്ച് ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അത് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് സോയാബീൻ ചൂടുവെള്ളത്തിലിട്ട് 5 മിനിറ്റ് വെച്ചിരുന്ന സോയാബീനാണ്. അതിൻ്റെ വെള്ളമൊക്കെ പിഴിഞ്ഞ് 2-3 വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുള്ളതാണ്. അത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ സോയാബീനോട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കളറൊന്ന് മാറി വന്നാൽ മതി. ഒരുപാട് എണ്ണയൊന്നും വേണ്ട, കുറച്ച് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അതിൽ കിടന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ആ സമയം തന്നെ കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് തൊട്ടപ്പുറത്ത് സോയാബീനും ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സോയാബീൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആയി വരുന്നുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം ഇനി ഇത് രണ്ടും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാം. അതാണ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ടൊരു ലേശം വെള്ളവും കൂടെ ഒഴിച്ചിട്ട്, ചിലപ്പോൾ അല്ലെങ്കിൽ അടി പിടിച്ച് കരിഞ്ഞു പോകും. ആ നേരത്തിന് ഇതിനുള്ള മസാല തയ്യാറാക്കാം. അതിന് പാൻ വെച്ചിട്ട് കടുക് പൊട്ടിക്കുക. കൂടെ ഒരു 2 ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴണ്ടി വരുമ്പോൾ മസാലയിൽ ചേർത്ത് കൊടുക്കാം. അതിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത്ര ചേർക്കുന്നത്. ഇത് ബേസിക് മസാലസ്. ഒരുവിധം എല്ലാ കറികളിലും ഇത് തന്നെ ചേർക്കുന്നത്. അപ്പം ഇതൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വഴണ്ട് വരട്ടെ. ആ നേരത്തിന് കുക്കറിൽ വെന്തിരിക്കുന്ന സോയാബീനും കിഴങ്ങും കൂടെ വെച്ചിരിക്കുന്നതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയിട്ടുണ്ടാവും. ഇനി ഒരു കാര്യം കൂടെ ചെയ്യണം. തക്കാളി മിക്സിയിൽ അരച്ചത്, ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയിൽ അരച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു പുളിയും ആ ഒരു കുറുക്കലും കൂടെ കിട്ടാൻ, കറി ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി വേവിച്ച് വെച്ചേക്കുന്ന സോയാബീനും കിഴങ്ങും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി തയ്യാറാണ്. ഇപ്പം കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നത്, അതിൻ്റെ കൂടെ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് നമുക്ക് കറിയാക്കി എടുക്കാം. വെള്ളം ചേർക്കുന്ന ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂടുതൽ കറി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കാം. അല്ല കുറച്ച് കട്ടിക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ നമ്മുടെ കറി തയ്യാറാണ്. ഇനി നമുക്ക് ലെറ്റ്യൂസ് അരിയാം. ഇത് കൂടുതലും ബർഗർ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴൊന്നും ബർഗർ സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കുന്നില്ലല്ലോ. അപ്പം ഇത് ബാക്കി വരും. അപ്പം ഇതുപോലെ തോരനുണ്ടാക്കി കഴിക്കാവുന്നതാണ്. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും ഒന്നും അറിയാമെന്നറിയത്തില്ല. ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. അതിന് ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കി അരിയണമെന്നില്ല. ഇച്ചിരി വലിയ കഷ്ണമായാലും കുഴപ്പമില്ല. അത് പെട്ടെന്ന് വെന്ത് വരുന്നതാണ്, ഒരുപാട് വേവൊന്നുമില്ല. ഇനി അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് ക്യാരറ്റും സവാളയും പച്ചമുളകും കൂടെ എണ്ണയിൽ കടുക് വറുത്ത ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും, ആ ഒരു ചുമപ്പ് കളറൊക്കെ വരും. അപ്പോഴത്തേക്ക് നമുക്ക് ലെറ്റ്യൂസ് അരിഞ്ഞ് വെച്ച് ഇതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2 പൊടികൾ ചേർത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ ഇടാൻ മറന്നുപോയി. മഞ്ഞൾപ്പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം മതി. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ മുട്ട ആ പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്നൊരു പരുവമുണ്ട്. ആ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അങ്ങനെ തേങ്ങയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാ ഭാഗത്തും ആ തേങ്ങയും ഉപ്പും മഞ്ഞളൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തട്ടെ. അങ്ങനെ തോരൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞ് ഇനി നമുക്ക് മത്തൻ എരിശ്ശേരി വയ്ക്കാം. അതിന് പയർ ആദ്യം ചേർത്ത് കൊടുക്കുക, പിന്നെ മത്തൻ ചേർത്ത് കൊടുക്കുക. തിരിച്ചായാലും കുഴപ്പമില്ല. പിന്നെ ഒരു ഉപ്പിട്ടത് വേവിക്കാൻ വയ്ക്കുക. ഒരു 4-5 വിസിൽ അടിച്ചോട്ടെ. ഇനി അതിനൊരു അരപ്പ് തയ്യാറാക്കണം. അതിന് വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, തേങ്ങ, അതിൻ്റെ കൂടെ ജീരകം, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുന്നത്. ഇനി അതിന് താളിക്കാനായിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാക്കി കടുക് വറുത്തിട്ട് ഞാൻ അതിൽ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് മൂപ്പിക്കുകയാണ്. അതിൽ തേങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് മത്തനും പയറും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അതും ആ അരപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി മാക്സിമം ഒരു 7-8 മിനിറ്റ് ആകുമ്പോഴത്തേക്കും മത്തൻ എരിശ്ശേരി തയ്യാറായിട്ടുണ്ട്. ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക.
ഇനി ചോറ് കഴിക്കാം. ഇതിൽ ഞാൻ സോയാബീൻ എടുത്തിട്ടുണ്ട്. സോയാബീനും കിഴങ്ങും കൂടെ നമ്മൾ വേവിച്ചതാണ്. നന്നായിട്ട് വെന്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ലെറ്റ്യൂസും ക്യാരറ്റും വെച്ചിട്ടുള്ള തോരനാണ്, അത് നന്നായിട്ടുണ്ട്. പിന്നെ ഒരു ചാള വറുത്തത്, ഒരു ഏമണ്ടൻ ചാള വറുത്തതാണ്, അതും കൂടെ കൂട്ടി ചോറ് കഴിക്കാം. മത്തൻ എരിശ്ശേരി ഞാൻ എടുത്തിട്ടില്ല, അത് ഞാൻ കഴിക്കത്തില്ല, എനിക്കത്ര ഇഷ്ടമല്ല. നമ്മൾ ചാളയ്ക്ക് മുട്ടയൊക്കെ ഉണ്ട്, എനിക്ക് മീൻ മുട്ട ഭയങ്കര ഇഷ്ടമാണ്.